ഡിയർ സ്റ്റുഡൻസ്, ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് എൻജിനെ കുറിച്ചാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു വാഹനത്തിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് എൻജിൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ചിത്രത്തിൽ ഒരു എൻജിൻ്റെ ചിത്രമാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതൊരു അസംബിൾ ചെയ്തിട്ടുള്ള എൻജിൻ്റെ ചിത്രങ്ങളാണ്. ഒരുപാട് പാർട്സ് ഉണ്ട്, അതിൻ്റെ ഉള്ളിൽ ഒരുപാട് പാർട്സുകൾ വരുന്നുണ്ട്. ഇപ്പോൾ ഇതൊരു അസംബിൾ ചെയ്ത് വെച്ചിട്ടുള്ള എൻജിൻ്റെ ചിത്രമാണ് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഏതൊക്കെയാണ് ഒരു എൻജിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളെന്ന് നോക്കാം. ദ മെയിൻ പാർട്സ് ഓഫ് എൻ ഓട്ടോമൊബൈൽ എൻജിൻസ് ആർ, ഏതൊക്കെയാണ് നോക്കാം. സിലിണ്ടർ ബ്ലോക്ക്, സിലിണ്ടർ ഹെഡ്, ഓയിൽ പാൻ, പിസ്റ്റൺ, കണക്റ്റിംഗ് റോഡ്, ക്രാങ്ക് ഷാഫ്റ്റ്, ക്യാം ഷാഫ്റ്റ്, ബിയറിംഗ്, വാൾവ്സ്. ഇതൊക്കെയാണ് ഒരു എൻജിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ എന്ന് പറയുന്നത്. സിലിണ്ടർ ബ്ലോക്ക്, സിലിണ്ടർ ഹെഡ്, ഓയിൽ പാൻ, പിസ്റ്റൺ, കണക്റ്റിംഗ് റോഡ്, ക്രാങ്ക് ഷാഫ്റ്റ്, ക്യാം ഷാഫ്റ്റ്, ബിയറിങ്സ്, വാൽവുകൾ. ഇതൊക്കെയാണ് എന്ത് ഒരു എൻജിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ. പിന്നെ ഒരുപാട് ഭാഗങ്ങൾ അതിൽ വരുന്നുണ്ട്. മഫ്ലേഴ്സായിട്ടും ബിയറിങ്ങിൽ തന്നെ ഒരുപാട് ടൈപ്പ്, മാനിഫോൾഡ്, ഗ്യാസ്കറ്റ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വേറെ നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒരു എൻജിൻ ഡിസ്മാൻഡിൽ ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ചിത്രം കാണാൻ പറ്റും. ഓക്കെ, നേരത്തെ നമ്മൾ ഫസ്റ്റ് ചിത്രത്തിൽ കണ്ടിട്ടുള്ളത് ഒരു എൻജിൻ്റെ അസംബിൾഡ് ചെയ്തിട്ടുള്ള ഒരു രൂപമായിരുന്നു. ഇപ്പോൾ നിങ്ങൾ ചിത്രത്തിൽ കാണുന്നത് ഒരു ഡിസ്മാൻഡിൽ ചെയ്തിട്ടുള്ള ഒരു രൂപമാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ ഓരോ ഭാഗങ്ങളും സെപ്പറേറ്റ് ചെയ്തത് നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റും. അപ്പോൾ അതിൽ നമുക്ക് മേലെ നിന്ന് തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും മേലെ നമുക്കൊരു സിലിണ്ടർ ഹെഡ് കവർ കാണാൻ പറ്റും. അതിനുശേഷം പിന്നെ ഒരു സിലിണ്ടർ ഹെഡ് കവർ ഗ്യാസ്കറ്റ് കാണാൻ പറ്റും. ലീക്കും കാര്യങ്ങളൊക്കെ തടയുന്നതിന് വേണ്ടിയിട്ടാണ് ഗ്യാസ്കറ്റ്. പിന്നീട് നമുക്ക് റബ്ബർ ഗ്രോമറ്റ്സ്, അതുപോലെ ചെറിയ ചെറിയ പാർട്സുകൾ അവിടെ മേലെ കാണാൻ പറ്റും. അതിനുശേഷം താഴേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട കുറേ ഭാഗങ്ങളുണ്ട്. എൻജിൻ്റെ ബ്ലോക്ക്, ഓയിൽ പാൻ ഗ്യാസ്കറ്റ്, അതുപോലെ താഴെ നോക്കിക്കഴിഞ്ഞാൽ ഓയിൽ പാൻ ഡ്രെയിൻ ബോൾട്ട്, അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ ലെഫ്റ്റ് സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ എക്സോസ്റ്റ് മാനിഫോൾഡിൻ്റെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്. അതുപോലെ റൈറ്റ് സൈഡിൽ ഇൻടേക്ക് മാനിഫോൾഡിൻ്റെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ചിത്രം എന്നുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം നമ്മൾ ലാബിലാണെങ്കിലും തിയറിയിലാണെങ്കിലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചിത്രമാണ്. കാരണം എന്താ വെച്ചാൽ ഒരു അസംബ്ലി ചെയ്തിട്ടുള്ള എൻജിൻ്റെ ഡിസ്മാൻഡിൽ ചെയ്തിട്ടുള്ള ഒരു ചിത്രമാണ്. അപ്പോൾ ഈ ഒരു ചിത്രം നോക്കിക്കഴിഞ്ഞാൽ പല പ്രധാനപ്പെട്ട ഭാഗങ്ങളും നമുക്ക് അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കി എടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ നോക്കുക, ഇതും ഒരു എൻജിനെ കുറുകെ കട്ട് ചെയ്തിട്ടുള്ള ഒരു ചിത്രമാണ്. അപ്പോൾ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് പാർട്സുകൾ കാണാൻ പറ്റും. ഒരു പിസ്റ്റൺ ഉണ്ട് അല്ലേ, പിസ്റ്റൺ സിലിണ്ടറിൻ്റെ അകത്താണുള്ളത്. ആ പിസ്റ്റൺ കണക്റ്റിംഗ് റോഡ് വഴി ക്രാങ്ക് ഷാഫ്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. പിസ്റ്റണിന് താഴെ കാണുന്നതാണ് കണക്റ്റിംഗ് റോഡ് എന്ന് പറയുന്നത്, അത് ക്രാങ്ക് ഷാഫ്റ്റുമായി ബന്ധിച്ചിട്ടുണ്ട്. പിന്നീട് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വാൽവുകൾ കാണാൻ പറ്റും. അതുപോലെ സ്പാർക്ക് പ്ലഗ് കാണാൻ പറ്റും, ക്യാം ഷാഫ്റ്റ് കാണാൻ പറ്റും. അങ്ങനെ ഒരുപാട് പാർട്സുകൾ ഈ ഒരു ചിത്രം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ആ ചിത്രത്തിൽ തന്നെ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഭാഗങ്ങളുടെ പേരും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ കാണാൻ പറ്റും. ഓക്കെ, അപ്പം നമുക്ക് ആദ്യത്തെ ഭാഗത്തിലേക്ക് കിടക്കാം. സിലിണ്ടർ ബ്ലോക്ക് എന്താ നമുക്ക് ആദ്യം നോക്കാം. ആൻ എൻജിൻ ബ്ലോക്ക് ഈസ് ദ സ്ട്രക്ചർ വിച്ച് കണ്ടെയ്ൻസ് ദ സിലിണ്ടേഴ്സ് ആൻഡ് അതർ പാർട്സ് ഓഫ് ആൻ ഇൻറ്റേർണൽ കമ്പസ്റ്റൻ എൻജിൻ. അപ്പോൾ എന്താണ് പറയുന്നത്, ഒരു എൻജിൻ്റെ ബ്ലോക്ക് അഥവാ സിലിണ്ടർ ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്, അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെ ഉണ്ടായിരിക്കും, സിലിണ്ടേഴ്സ് ഉണ്ടായിരിക്കും, പിന്നെ ഒരുപാട് പാർട്സുകൾ ഉണ്ടായിരിക്കും. ഒരു ഇൻറ്റേർണൽ കമ്പഷൻ എൻജിന് വരുന്ന കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. ഇൻ എൻ ഏർലി ഓട്ടോമോട്ടീവ് എൻജിൻ ദ എൻജിൻ ബ്ലോക്ക് കൺസിസ്റ്റ് ഓഫ് ജസ്റ്റ് ദ സിലിണ്ടർ ബ്ലോക്ക് ടു വിച്ച് സെപ്പറേറ്റ് എ ക്രാങ്ക് കേസ് വാസ് അറ്റാച്ച്ഡ്. അതായത് പഴയ മോഡൽസിലൊക്കെ സിലിണ്ടർ ബ്ലോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു അറ്റാച്ച്മെൻറ്റ് പോലെ തരംതിരിക്കാൻ വേണ്ടിയിട്ട് സിലിണ്ടർ ബ്ലോക്കിനെയും ക്രാങ്ക് കേസിനും തരംതിരിക്കുന്ന രീതിയിൽ മാത്രമാണ് ഉണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ ഒരു സിലിണ്ടർ ബ്ലോക്ക് എന്താന്ന് പറഞ്ഞാൽ ഒരു എൻജിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളെല്ലാം സപ്പോർട്ട് ചെയ്യുന്നത് സിലിണ്ടർ ബ്ലോക്കിലാണ്. ഓക്കെ, പിസ്റ്റൻ്റെ റെസിപ്രോക്കേറ്റിംഗ് ചലനത്തിനാവശ്യമായ ബിയറിംഗ് പ്രതലം പ്രദാനം ചെയ്യുന്ന സിലിണ്ടറുകൾ എൻജിൻ ബ്ലോക്കിലാണ് ക്രമീകരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ പിസ്റ്റൺ മേലോട്ടും താഴോട്ടും മൂവ് ചെയ്യുന്ന നമ്മുടെ ആ സിലിണ്ടറിൻ്റെ പ്രതലം അത് എവിടെയാണ്, എൻജിൻ്റെ ബ്ലോക്കിലാണ് ക്രമീകരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ചിത്രത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു സിലിണ്ടർ ബ്ലോക്കിന് കാണാൻ പറ്റും. അപ്പോൾ ഒരു 4 ഹോൾ ഉണ്ട് അല്ലേ, അതാണ് സിലിണ്ടർ എന്ന് പറയുന്നത്. ആ സിലിണ്ടർ 4 ഹോൾ കാണിച്ചിട്ടുണ്ട്. ആ ഒരു സിലിണ്ടറിനകത്താണ് പിസ്റ്റൺ മേലോട്ടും താഴോട്ടും എന്ത് ചെയ്യുന്നത്, മൂവ് ചെയ്യുന്നത്. പിസ്റ്റൺ മൂവ് ചെയ്യുന്നത് ടോപ്പ് ഡെഡ് സെൻറ്ററിൽ നിന്ന്
മേലെയുള്ള ഭാഗത്തിന്, താഴെയുള്ളതിനെ ബോട്ടം ഡെഡ് സെൻറ്റർ അഥവാ BDC എന്ന് പറയും, മറ്റേതിന് TDC എന്ന് പറയും. ആ ഒരു സിലിണ്ടറിനകത്താണ് പിസ്റ്റൺ എന്ത് ചെയ്യുന്നത്, മേലോട്ടും താഴോട്ടും മൂവ് ചെയ്യുന്നത്. നിങ്ങൾ 2 സ്ട്രോക്കിൻ്റെ വർക്കിംഗ് ഒക്കെ കണ്ടപ്പോൾ അതിൽ കണ്ടിട്ടുണ്ടാവും, ആ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. പിന്നെ അവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കൂളൻ്റ് പാസേജസ് കാണാൻ പറ്റും, കോർ പ്ലഗ്സ് കാണാൻ പറ്റും. അങ്ങനെ താഴെ നോക്കിക്കഴിഞ്ഞാൽ ഓയിൽ ഗാലറി പ്ലഗ്, അതുപോലെ ഓയിൽ മെയിൻ ഫീഡ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ഭാഗങ്ങൾ കാണാൻ പറ്റും. പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ഭാഗമാണ് ഓയിൽ ഫിൽട്ടർ എന്ന് പറയുന്നത്. അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിൽ കാണാൻ പറ്റും. പിന്നെ പറയുകയാണെങ്കിൽ സിലിണ്ടർ ബ്ലോക്കിൻ്റെ മുകൾ ഭാഗത്ത് ഗ്യാസ്കറ്റിൻ്റെ സഹായത്താൽ സിലിണ്ടർ ഹെഡ് ഘടിപ്പിക്കുന്നു. ഓക്കെ, അപ്പോൾ സിലിണ്ടർ ബ്ലോക്കിൻ്റെ മേലെ നമ്മൾ ഒരു ഗ്യാസ്കറ്റിൻ്റെ സപ്പോർട്ടോട് കൂടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ സിലിണ്ടർ ബ്ലോക്ക് എന്ന് പറയുന്ന ഭാഗം ഫിറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ പിന്നെ ഒന്ന് പറയാനുള്ള കാര്യം എന്താ വെച്ചാൽ കാസ്റ്റിംഗ് പ്രക്രിയ ഉപയോഗിച്ച് 2 തരത്തിലാണ് സിലിണ്ടർ ബ്ലോക്ക് നിർമ്മിക്കുന്നത്. മോണോ ബ്ലോക്ക് കൺസ്ട്രക്ഷൻ, അതുപോലെ തന്നെ ഇൻഡിവിജ്വൽ സിലിണ്ടർ കാസ്റ്റിംഗ്. അത് ആ ഒരു 2 ടൈപ്പിലാണ് എന്ത് ചെയ്യുന്നത്, സിലിണ്ടറുകൾ ഉണ്ടാക്കുന്നത്. ഓക്കെ, അപ്പോൾ സിലിണ്ടർ ഹെഡ് എന്താണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അതിന് മുന്നേ ഒരു സ്ലൈഡും കൂടി നോക്കാം. മോഡേൺ എൻജിൻ ബ്ലോക്സ് ടിപ്പിക്കലി ഹാവ് ദ ക്രാങ്ക് കേസ് ഇൻറ്റഗ്രേറ്റഡ് വിത്ത് ദ സിലിണ്ടർ ബ്ലോക്ക് ആസ് എ സിംഗിൾ കമ്പോണൻറ്റ്. അതായത് മോഡേൺ വെഹിക്കിൾസ്, ഇപ്പോൾ ഇറങ്ങുന്ന വാഹനങ്ങളിലൊക്കെ എന്താണ്, ഒരു സിംഗിൾ യൂണിറ്റ് ആയിട്ടാണ് വരുന്നത്. ഓക്കെ, ഇതെല്ലാം കൂടിയിട്ട് ഒരു സിംഗിൾ യൂണിറ്റ് ആയിട്ടാണ് വരുന്നത്. അതുപോലെ തന്നെ സിലിണ്ടർ ബ്ലോക്ക് ആൾസോ ക്യാരീസ് ലൂബ്രിക്കേഷൻ ഓയിൽ ടു വാരിയസ് കമ്പോണൻറ്റ്സ് ത്രൂ ഡ്രിൽഡ് പാസേജ് കാൾഡ് ഓയിൽ ഗാലറീസ്. എന്താ പറയുന്നത്, ഓയിൽ ഗാലറീസ് എന്ന് പറഞ്ഞാൽ ചെറിയ ഡ്രില്ല് ചെയ്തുള്ള ചെറിയ സുഷിരങ്ങളാണ്. ആ സുഷിരങ്ങൾ എന്തിനാണെന്ന് വെച്ചാൽ ലൂബ്രിക്കേഷൻ നടത്താൻ, ഓയിലിനൊക്കെ എല്ലായിടത്തേക്കും പാസ് ചെയ്യാൻ, അല്ലേ, ഓയിലൊക്കെ എല്ലായിടത്തേക്കും പാസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ചെറിയ എന്തുണ്ടായിരിക്കും, ചെറിയ ഹോൾസ് ഉണ്ടായിരിക്കും. എന്തിനു വേണ്ടിയിട്ടാണ്, നമ്മുടെ ലൂബ്രിക്കേഷൻ പർപ്പസിന് വേണ്ടിയിട്ടാണ്. ആ ഹോളിന് പറയുന്ന പേരാണ് ഓയിൽ ഗാലറീസ്. നമ്മൾ ഈ ഒരു ചിത്രത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഓയിൽ ഗാലറി കാണാൻ പറ്റും, ഓയിൽ ഗാലറി പ്ലഗൊക്കെ ഈ ചിത്രത്തിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് ആ ഒരു ഇതിൽ വരുന്നത്. ഇനി നമുക്ക് സിലിണ്ടർ ഹെഡ് എന്താ നോക്കാം. ഇൻ ആൻ ഇൻറ്റേർണൽ കമ്പഷൻ എഞ്ചിൻ ദ സിലിണ്ടർ ഹെഡ് സിറ്റ്സ് എബോവ് ദ സിലിണ്ടേഴ്സ് ഓൺ ടോപ്പ് ഓഫ് ദ സിലിണ്ടർ ബ്ലോക്ക്. എന്താ പറയുന്നത്, സിലിണ്ടർ ബ്ലോക്കിൻ്റെ മുകൾ ഭാഗത്താണ് എന്ത് ചെയ്യുന്നത്, സിലിണ്ടർ ഹെഡ് ഫിറ്റ് ചെയ്യുന്നത്, അല്ലേ. ഹെഡ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം മുകൾ ഭാഗത്താണ്. അപ്പോൾ സിലിണ്ടർ ബ്ലോക്കിൻ്റെ മുകൾ ഭാഗത്താണ് സിലിണ്ടർ ഹെഡ് ഫിറ്റ് ചെയ്യുന്നത്. ഗ്യാസ് ലീക്ക് തടയുന്നതിന് വേണ്ടി ഗ്യാസ്കറ്റിൻ്റെ സഹായത്താലാണ് ഹെഡ് ബ്ലോക്കിൽ ടൈറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ചിലപ്പോൾ ഗ്യാസൊക്കെ ലീക്കായി പോകാൻ ചാൻസ് ഉണ്ട്. അത് ഒഴിവാക്കുന്നതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, ഗ്യാസ്കറ്റ് യൂസ് ചെയ്യും. ഗ്യാസ്കറ്റ് യൂസ് ചെയ്യുന്നതിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത്, ഈ സിലിണ്ടർ ഹെഡ് ഫിറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഓരോ സിലിണ്ടറിൻ്റെയും കമ്പസ്റ്റൻ ചാമ്പറിൻ്റെ ഏറിയ ഭാഗവും സിലിണ്ടർ ഹെഡിലാണ് ഡിസൈൻ ചെയ്യുന്നത്. സിലിണ്ടർ ഹെഡിലുള്ള പ്രധാന ഭാഗങ്ങളാണ് വാൾവ് ഗൈഡ്, വാൾവ് സീറ്റ്, പോർട്ട്, വാട്ടർ ജാക്കറ്റ്, സ്പാർക്ക് പ്ലഗിനും ഇഞ്ചക്ടറിനും വേണ്ട ത്രെഡഡ് ഹോള്. അതൊക്കെ എന്താണ്, അതിൻ്റെ ഭാഗങ്ങളായിട്ട് വരുന്നതാണ്. നോക്കാം, ഒരു സിലിണ്ടർ ഹെഡിൻ്റെ ഫോട്ടോ ചിത്രത്തിൽ സ്ലൈഡിൽ കാണാൻ പറ്റും. ഒരു സിലിണ്ടർ ഹെഡാണ്. അപ്പോൾ പിന്നെ സിലിണ്ടർ ഹെഡിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ സിലിണ്ടർ ബ്ലോക്കിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ സിലിണ്ടർ ബ്ലോക്കിൻ്റെ നിർമ്മാണം ലളിതമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇത്തരം കാര്യങ്ങളൊക്കെ ഒരുപാട് ആഡ് ചെയ്തിട്ട് കൊടുക്കുന്നത്. ഓക്കെ, പിന്നെ വരുന്നൊരു ഭാഗമാണ് സിലിണ്ടർ ലൈനർ എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ് സിലിണ്ടർ ലൈനർ? ഓക്കെ, എന്താ നോക്കാം. ദ സിലിണ്ടർ ലൈനർ സെർവിങ് ആസ് ദ ഇന്നർ വാൾ ഓഫ് എ സിലിണ്ടർ forms a sliding surface for the piston rings while retaining the lubricant within. അപ്പോൾ എന്താണ് പറയുന്നത്, സിലിണ്ടർ ലൈനർ എന്ന് പറഞ്ഞാൽ സിലിണ്ടർ ബ്ലോക്കിലെ സിലിണ്ടർ ബോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആ ഹോള്, ആ പിസ്റ്റൺ മൂവ് ചെയ്യുന്ന ഹോള്. ഓക്കെ, സിലിണ്ടർ ബോറിൽ പിസ്റ്റൺ റെസിപ്രോക്കേറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഫിറ്റ് ചെയ്യുന്ന സ്ലീവാണ് സിലിണ്ടർ ലൈനർ എന്ന് പറയുന്നത്. ഓക്കെ, സിലിണ്ടർ ബ്ലോക്കിൽ പിസ്റ്റൺ മേലോട്ടും താഴോട്ടും ചലിക്കുന്ന ആ സിലിണ്ടർ ബോറിൽ എന്താണ് ഫിറ്റ് ചെയ്യുന്ന സ്ലീവാണ് ഏത്, സിലിണ്ടർ ലൈനർ എന്ന് പറയുന്നത്. എഞ്ചിൻ്റെ ദീർഘകാല പ്രവർത്തന ഫലമായി ലൈനറിന് തേയ്മാനം സംഭവിക്കുമ്പോൾ പഴയത് മാറ്റി പുതിയത് ഘടിപ്പിക്കുന്നു. ഈ ലൈനർ ഒരുപാട് കാലം വർക്ക് ചെയ്ത് എന്തുണ്ടാവും, അതിന് തേയ്മാനം വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യും, നമ്മൾ പുതിയത് മാറ്റിയിട്ട് വെക്കുകയാണ് ചെയ്യൽ. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത സ്ലൈഡ് നോക്കാം. ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫങ്ഷൻസ് ഓഫ് സിലിണ്ടർ ലൈനർ ഈസ് ദ എക്സലൻറ്റ് ക്യാരക്ടറിസ്റ്റിക് ആസ് സ്ലൈഡിംഗ് സർഫസ്. ഒരു സിലിണ്ടർ ലൈനറെ സംബന്ധിച്ചിടത്തോളം അതിന് വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ സ്ലൈഡിംഗ് സർഫസാണ്. ആ സ്ലൈഡ് ചെയ്യാനുള്ള സർഫസിൻ്റെ ക്വാളിറ്റിയാണ് വേണ്ടത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ സിലിണ്ടർ ലൈനറിനെ 2ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്, ഡ്രൈ ലൈനർ എന്നും വെറ്റ് ലൈനർ എന്നും. അപ്പോൾ നമുക്ക് ഡ്രൈ ലൈനർ എന്താണെന്ന് നോക്കാം.
ഓക്കെ, ഈ ഡ്രൈ ലൈനർ എന്ന് പറഞ്ഞാൽ സിലിണ്ടർ ബ്ലോക്കിൽ ഘടിപ്പിച്ചിട്ടുള്ള ഒരു ഡ്രൈ ലൈനർ നമ്മൾ ചിന്തിക്കുക. സിലിണ്ടർ ബ്ലോക്കിലാണ് എന്തുണ്ടാവുക, ഒരു ഡ്രൈ ലൈനർ ഉണ്ടാവുക. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇതിലൊരു ഫ്ലാഞ്ച് ഉണ്ടായിരിക്കും. ഓക്കെ, ഇതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗമാണ് ഒരു ഫ്ലാഞ്ച്. ഇതിൻ്റെ ഉൾവശം എപ്പോഴും എന്താണ്, ബ്ലോക്കുമായി നേരിട്ട് സമ്പർക്കത്തിൽ വരും. ഓക്കെ, നേരിട്ടിട്ട് കോണ്ടാക്റ്റ് വരും. അതാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഇത് പറയുന്നത്. പിന്നെ വേറൊരു ടൈപ്പ് ലൈനറാണ് ഇത് വെറ്റ് ലൈനർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഡ്രൈ ലൈനറുണ്ട്, വെറ്റ് ലൈനറുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ഭാഗമാണ് ഗ്യാസ്കറ്റ് എന്നത് അല്ലേ, ഗ്യാസ്കറ്റ്. അപ്പോൾ എന്താണ് ഈ ഗ്യാസ്കറ്റ് എന്ന് പറഞ്ഞാൽ, രണ്ട് പ്രതലങ്ങൾക്കിടയ്ക്ക് ഒരു ഗ്യാസ് ടൈറ്റ് ജോയിൻറ്റ് നൽകുന്നതിന് വേണ്ടിയിട്ടാണ് ഗ്യാസ്കറ്റ് ഉപയോഗിക്കുന്നത്. അതായത് സിലിണ്ടർ ഹെഡിനും നമ്മുടെ സിലിണ്ടർ ബ്ലോക്കിൻ്റെ ഇടയിൽ ഗ്യാസ് ലീക്ക് ആവുന്നത് തടയുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത്, ഈ ഗ്യാസ്കറ്റ് എന്ന ഭാഗം കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ മെയിനായിട്ട് വരുന്ന കാര്യങ്ങൾ.